ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജു എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ മഹാലക്ഷ്മി ഒരു അമ്മയാവാൻ പോകുന്നുള്ളതെന്ന കാര്യം മഞ്ജു അറിയുന്നുണ്ട്. അപ്പം തന്നെ വേഗം സാഗരേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട് സാഗരേട്ട, ഒരാളത് അമ്മയാവാൻ പോവുകയാണ്, നമ്മുടെ മഹേടത്തെയാണ് അമ്മയാവാൻ പോകുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ സാഗർ പറയുന്നുണ്ട്, ഏട്ടനെയും ഏട്ടത്തിനെയും കാത്ത് ഒരുപാട് സന്തോഷ വാർത്തകളുണ്ടല്ലോ, ഇപ്പം തന്നെ ഏട്ടൻ്റെ കാലുകളൊക്കെ ശരിയായില്ലേ, ഇപ്പോൾ ഇതാ മഹേടത്തി ഒരു അമ്മയാവാൻ പോവുകയാണ്, എന്തായാലും നമുക്ക് ഇതൊന്ന് ആഘോഷിക്കേണ്ടേ മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു സാഗർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ സാഗർ കടയിലേക്ക് പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് രണ്ടാളും കൂടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കണ്ണനും മഹിയാണെങ്കിൽ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ ദുർഗയാണെങ്കിൽ അവിടെ തന്നെയുണ്ട്. ദുർഗ ചോദിക്കുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടാണോ ഇവക്കിപ്പോൾ വയറിന് സുഖമില്ലാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഉണ്ടാക്കിയ ഫുഡ് എന്തായാലും ഇപ്പോൾ ആരും ഇവിടുന്ന് കഴിക്കുന്നില്ലല്ലോ, അതുകൊണ്ടൊന്നുമില്ല, അതൊരു പ്രശ്നമൊന്നുമില്ല, ഇയാൾക്കൊന്ന് BP ജസ്റ്റ് ഡൗൺ ആയതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരാണെങ്കിൽ വേഗം തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട്. ദുർഗയ്ക്ക് നിന്നില്ല ഒരു സംശയം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. എൻ്റെ റൂമിലേക്ക് പോയതിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ണിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഈ ഒരു സന്തോഷ വാർത്ത ഒന്ന് ആഘോഷിക്കേണ്ടേ മഹി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മഹി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തായാലും എന്തിനാ ദേവീനെ കാണണം, എന്നിട്ട് എല്ലാത്തിനും നന്ദിയൊക്കെ പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അമ്പലത്തിലേക്ക് പോയ സമയത്താണെങ്കിൽ മഹി ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു മുഖമാണ് ആ അമ്മയുടെ മുഖം. അപ്പോൾ മഹി എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ ആ അമ്മേനെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, മാറി നിന്നിട്ട് നമ്മുടെ അമ്മ കാണുന്നുണ്ട്. എന്നിട്ട് മഹീൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ സന്തോഷ വാർത്ത അറിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് മഹി ചോദിക്കുന്നത്, അമ്മ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രവചിക്കുന്നത്, അമ്മയ്ക്ക് കണ്ണേട്ടനെ അറിയില്ലേ, കണ്ണേട്ടൻ അന്ന് ആ ഒരു അപകടം പറ്റിയപ്പോൾ അമ്മയല്ലേ ആ ഒരു അയ്യപ്പ വിഗ്രഹം കണ്ണേട്ടന് കൊടുത്തത്, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹം അമ്മ തന്നെ അല്ലേ കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ അമ്മ മറുപടി പറയുന്നില്ല. അമ്മ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും ഒരു സമയമാകുമ്പോൾ തെളിഞ്ഞു വരും എന്നൊക്കെ ഇങ്ങനെ ഇതിൻ്റെ പറയുന്നുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് അമ്മ പ്രവചിക്കുന്നതെന്നൊക്കെ എന്നിട്ട് മഹി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവത്തെ അത്രയും കൂടുതൽ ആരാധിക്കുന്ന, ഈ കലിയുഗത്തിൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞാൽ നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് കൂടെ നിൽക്കുന്ന ഒരു അമ്മയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ മഹീനോട് പറയുന്നുണ്ട്. അമ്മ മഹി എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, പ്രസവമൊക്കെ സുഖപ്രസവം തന്നെയായിരിക്കും, പക്ഷേങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എന്തായാലും എന്ത് ചെയ്യും, നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല ഭക്തിയോട് ചെയ്താൽ നമുക്ക് മുന്നോട്ടേക്ക് പോവാം, എന്തായാലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, എന്തായാലും കണ്ണമ്മൂൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്ത് ചെയ്യേണ്ട, ആരും അറിയണ്ട, ഈ ഒരു സമയത്ത് എന്ത് ചെയ്യേണ്ട, താനൊരു അമ്മയാവാൻ പോകുന്നതോ കണ്ണന് കാലുകൾക്ക് ചലനശേഷി കിട്ടിയ കാര്യമോ ആരും അറിയണ്ട എന്നൊക്കെ എന്ത് ചെയ്യേണ്ട അമ്മ പറയുന്നുണ്ട്. അപ്പം മഹി പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് ഞങ്ങളും വിചാരിച്ചിരിക്കുന്നത്, തൽക്കാലം എന്ത് ചെയ്യാം, ആരെയും കാര്യങ്ങളൊന്നും അറിയിക്കാണ്ട് എന്തായാലും മുന്നോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീരിയൽ വിശേഷങ്ങളിലേക്കുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.